എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിദ്ര, തന്ത്രി, ഭയം, ക്രോധം, ആലസ്യം, ദീർഘസൂത്രത, ഈ 6 ദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നത്. നിദ്ര എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ള ഉറക്കം, തന്ത്രി എന്ന് പറഞ്ഞാൽ മടി, ഭയം ആവശ്യമില്ലാത്ത പേടി, ക്രോധം ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടുന്നത്, ആലസ്യം എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് ചില ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു മൂഡില്ലാത്ത അവസ്ഥ, അതിനാണ് ആലസ്യം എന്ന് പറയുന്നത്. ദീർഘസൂത്രത എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഓരോ തീരുമാനം എടുത്ത് അത് ഇന്ന് ചെയ്യാം, അല്ലെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇങ്ങനെ നീട്ടി വിടുന്നതിനാണ് ദീർഘസൂത്രത എന്ന് പറയുന്നത്. ഈ 6 ദോഷങ്ങളെയും നിയന്ത്രിക്കാൻ ചിട്ടയായ യോഗയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നടുവേദനയുമായി ബന്ധപ്പെട്ട് 8ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഉത്ഥാന പൃഷ്ഠാസനം, അധോമുഖാസനം, വീരഭദ്രാസനം, സേതുബന്ധനാസനം, ശീൽക്കാരി പ്രാണായാമം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഓരോന്നിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. നമ്മൾ ഇന്ന് ആദ്യം പരിശീലിക്കാൻ പോകുന്നതാണ് ഉത്ഥാന പൃഷ്ഠാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് ഇരു കൈകളുടെയും പത്തി മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗങ്ങളും നെറ്റിയും തറയിൽ പതിച്ചു വെക്കുക. അതിനുശേഷം വലത് കൈ മടക്കി ഇടത് കൈയുടെ മുട്ടിൽ പിടിക്കുകയും അതേപോലെ തന്നെ ഇടത് കൈ മടക്കി വലത് കൈയുടെ മുട്ടിൽ പിടിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും തലയുടെ മുൻവശം തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അല്പസമയം തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെക്കുകയും കൈകളുടെ മടക്ക് നിവർത്തി കൈപ്പത്തികൾ രണ്ടും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും ശരീരവും നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 3-4 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. നടുവിന് നീർക്കെട്ട് മൂലമുണ്ടാകുന്ന വേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണാൻ ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് അധോമുഖാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് തൊട്ടു മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ഇരു കൈകളും ശരീരവും മുന്നോട്ട് കൊണ്ടുവരികയും കൈപ്പത്തികൾ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും മാത്രമായി ശരീരത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. ഉയർന്നു വന്നിരിക്കുന്ന അവസ്ഥയിൽ എത്തിയതിനു ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ പറ്റുന്നുവോ അത്രത്തോളം സമയം തുടരുക. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരവും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 3-4 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ശരീരം റാ പോലെ വളഞ്ഞിരിക്കുകയും ഇരു കൈപ്പത്തികളും ഇരു കാൽപാദങ്ങളും തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യുന്നത്.
ഈ രീതിയിൽ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യുക, അല്ലാത്തവർക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഈ ആസനം ചെയ്യുന്നത് മൂലം നട്ടെല്ലിനും അതിനോടനുബന്ധിച്ചുള്ള സകല നാഡീഞരമ്പുകൾക്കും സന്ധിബന്ധങ്ങൾക്കും പേശികൾക്കും നല്ല രീതിയിൽ ഉറപ്പും ബലവും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നടുവേദനയ്ക്ക് വളരെയധികം പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു ആസനമാണിത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വീരഭദ്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ഏകദേശം ഒരു 2 അടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. അതിനുശേഷം ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും വലതുകാലിന്റെ പാദം അല്പം വലതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ശരീരവും വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ഇനി വലതുകാലിന്റെ മുട്ട് അല്പം മടക്കി കൊടുക്കുകയും ശരീരത്തെ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുക. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ പുറകോട്ട് നീട്ടി വെച്ചിരിക്കുന്ന ഇടതുകാലിന്റെ മുട്ട് മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ മുന്നോട്ട് കയറ്റി വെച്ച് ചെയ്തത് വലതുകാലാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ ഇടതുകാലിന്റെ മുട്ട് മടക്കി മുന്നോട്ട് കയറ്റി കുത്തുകയും വലതുകാൽ പുറകോട്ട് നീട്ടി വെച്ച് കൈകൾ തൊഴുതു പിടിച്ചും ചെയ്യേണ്ടതാണ്. അതായത് ഇടതുകാലിന്റെ പാദം അല്പം ചെരിച്ചു വെക്കുകയും ശരീരത്തെ ആ വശത്തേക്ക് ചെരിച്ചു നിർത്തുകയും ചെയ്യുക. അതിനുശേഷം ഇടതുകാലിന്റെ മുട്ട് മടക്കി ശരീരം മുന്നോട്ട് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുക. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിലും തുടരാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ഇരു കാലുകളും മാറി മാറി ആവർത്തിക്കുകയും ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് സേതുബന്ധനാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കണം. ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ സമയം ഇരു കാലുകളും തമ്മിൽ ഏകദേശം ഒരു 1.5 അടിയുടെയെങ്കിലും അകലം ഉണ്ടായിരിക്കണം. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം അരക്കെട്ടിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ സമയം ഇരു കൈകളുടെയും മുട്ടുകൾ തറയിലൂന്നി അരക്കെട്ടിനെ കഴിയുന്നത്ര ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. എത്രത്തോളം സമയം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം ഈ അവസ്ഥയിൽ തുടരേണ്ടതാണ്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കെട്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ 2-3 തവണ കൂടി ആവർത്തിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ശീൽക്കാരി പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. അതിനുശേഷം നാവ് മുകളിലേക്ക് മടക്കി മേൽപ്പല്ലിന്റെ മുകളിലത്തെ അറ്റത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വായ അല്പം തുറന്നു പിടിക്കുകയും മുകളിലത്തെയും താഴത്തെയും വരിയിലെ പല്ലുകൾ തമ്മിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ സി എന്ന ശബ്ദത്തോടുകൂടി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ശ്വാസകോശം നിറഞ്ഞു കഴിയുമ്പോൾ വായ അടച്ചു പിടിക്കുകയും അല്പസമയം ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യണം. അതിനുശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഇതേ രീതിയിൽ വായ തുറന്നു പിടിച്ച് പല്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അല്പസമയം ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്ത ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടു വരാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിലത്തെയും താഴത്തെയും വരികളിലെ പല്ലുകൾ തമ്മിൽ ചേർത്തും അതേപോലെ തന്നെ നാവ് അനക്കാതെയും വെക്കേണ്ടതാണ്. എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഇങ്ങനെയാണ് ശീൽക്കാരി പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. നടുവേദനയുമായി ബന്ധപ്പെട്ട് 8ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഉത്താന പൃഷ്ഠാസനം, അധോമുഖാസനം, വീരഭദ്രാസനം, സേതുബന്ധനാസനം, ശീൽക്കാരിക് പ്രാണായാമം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. 9ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.